സ്ത്രീകൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉപയോഗിച്ച് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുമോ? ഉറപ്പായിട്ടും. അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഭയങ്കര വലിയ അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നത് ആക്ച്വലി അതൊരു സ്കില്ല. എല്ലാ ഏത് സ്കില്ലുണ്ടെങ്കിലും നമുക്ക് വരുമാനം ആക്ച്വലി വരുമാനം കിട്ടും. അതായത് ഇപ്പോൾ വീട്ടിലിരിക്കുന്ന ഒരു വീട്ടമ്മയ്ക്ക് ഫേസ്ബുക്ക് എങ്ങനെയാണ് ഫേസ്ബുക്കിൽ മെസ്സേജ് അയക്കാൻ അറിയാമല്ലോ. ഫേസ്ബുക്കിൽ ഒരു പ്രൊഫൈൽ എന്തായാലും ഉണ്ടാകുമല്ലോ. സാധാ ഫോണെങ്കിലും യൂസ് ചെയ്യാൻ അറിയാമായിരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കൂടെ പേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും കൂടെ പഠിച്ചാൽ നമുക്ക് സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യാൻ പഠിക്കാം. അതിൻ്റെ കൂടെ പരസ്യം പഠിക്കാം. അതേപോലെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് അതിൽ. വലിയതായിട്ട് ടെക്നിക്കൽ ടേമോ അങ്ങനെ ആ കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല എങ്കിൽ പോലും ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചാൽ പോലും 200-250 രൂപ നമുക്ക് മിനിമം അതിൽ നിന്ന് കിട്ടും. ഒരുപാട് എനിക്ക് തോന്നുന്നു നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഫസ്റ്റ് കിട്ടിയത് ആ ഒരു ഫീഡ്ബാക്കാണ്. പേര് ശ്രീദേവി എന്നായിരുന്നു. ആ കുട്ടി മെസ്സേജ് ഇട്ടതെന്ന് വെച്ചാൽ അത് 500 റുപ്പീസിനാണ് ആ ഒരു പോസ്റ്റർ. അന്ന് അതൊരു 2-3 വർഷമായി. അന്ന് ആ ഒരു പോസ്റ്റർ ഇവിടെ നിന്ന് പഠിച്ച് ഇട്ടു. ആൾക്കാർ വന്നു, അത് പരസ്യം ചെയ്ത് കൊടുത്ത് ഒരു അന്നത്തെ കാലത്ത് ഒരു 12,000-15,000 രൂപയോളം അത് ക്രിയേറ്റ് ചെയ്തെടുത്തു. അതൊക്കെ സിമ്പിളാണ്. ആ ഒരു പോസ്റ്റർ ഡിസൈനിങ് കൂടെ മാത്രം. അതുപോലെ ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യാൻ, സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ, ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ചെയ്യാൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ. ഇപ്പോൾ എന്താണ് SEO, അതൊക്കെ പഠിക്കാനായിരിക്കും ഇത്തിരി പാടായിട്ട് വരുന്നത്. ബാക്കിയൊക്കെ സിമ്പിളാണ്. അതെല്ലാ കാര്യങ്ങളും നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. കയ്യിലൊരു ലാപ്ടോപ്പ് മാത്രം മതി. അത് ചെയ്യാൻ നമുക്ക് ഒരു ഇത്തിരി ധൈര്യവും ഇത്തിരി മനസ്സും മാത്രം മതി. ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എത്ര രൂപ വേണമെങ്കിലും ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്കുണ്ടായിരുന്ന ഇതിപ്പം ഇതിനകത്തൊന്നും ജെൻഡർ ഇൻഇക്വാലിറ്റി പറയേണ്ട ആവശ്യമേ ഇല്ല. പെൺകുട്ടികൾക്ക് പറ്റും, ആൺകുട്ടികൾക്ക് പറ്റും, അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. കാര്യം എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമാണിത്. അതായത് എന്താ, ഒരു ബിസിനസ്സും ഇല്ലാതെ ഇരുന്ന ആൾക്കൊരു പ്രൊഫഷൻ ഉണ്ടായിരുന്നു. ആ പ്രൊഫഷൻ എന്ന് വെച്ചാൽ നമുക്ക് സാധാ മറ്റേ ഓട്ടോ ഓടിക്കുമായിരുന്നു. ആ ആൾ ഇപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്ററാണ് ഇവിടെ വന്ന് പഠിച്ചിട്ട്. ഡിജിറ്റൽ മാർക്കറ്റർ എന്ന് വെച്ചാൽ ഇപ്പോൾ 2-3 വർഷമായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നടത്തുകയാണ്. ഇപ്പോൾ ഒരു കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള ആ ഒരു തോട്ടിലിരിക്കുകയാണ്. അങ്ങനെ ഇത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഡിമാൻഡഡ് ആണ് ഇപ്പോൾ. ഒരുപാട് ആൾക്കാർക്ക് ആവശ്യമുണ്ട്. നമ്മുടെ അടുത്ത് തന്നെ ചോദിക്കാറുണ്ട്, നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആൾക്കാരെ പ്രൊവൈഡ് ചെയ്യാറുണ്ടോ എന്നൊക്കെ. സിമ്പിളാണ്, എല്ലാവർക്കും പറ്റുന്നത് തന്നെയാണ്.